ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റിട്ടയർമെന്റ്, ഡെത്ത്, അഡ്മിഷൻ, ഇതിലെല്ലാ കേസിലുള്ള റിസർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളതിന്റെ ഫസ്റ്റ് കേസ് ആണ് നമ്മൾ പറഞ്ഞത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുന്ന കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ട്രാൻസ്ഫർ ചെയ്യണ്ട എന്നുള്ള കേസ് ആണെങ്കിൽ നമ്മൾ ഏത് എൻട്രിയാണ്? ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ഗുഡ്വില്ലിന്റെ കേസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. എന്തായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ ആസ് യൂഷ്വൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെയും നമുക്ക് സെയിം പോയിന്റ്സ് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് ഗെയിനിങ് പാർട്ട്നേഴ്സ് ആരാണ്, സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ആരാണ്, ഗെയിനിങ് റേഷ്യോ കാര്യങ്ങളെല്ലാം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റീവാലുവേഷന്റെ പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് അവരിലേക്ക് മീറ്റ് ചെയ്യാൻ, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരാം. ഓക്കെ, കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ചിലതൊന്ന് ആഡ് ചെയ്ത് ലെസ് ചെയ്ത് കാണിക്കാനേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇവിടെ നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതിന്റെ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മളത് ഗെയിനിങ് റേഷ്യോയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ അതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസിൽ ഇത് നമ്മൾ കുറെ ഇൻക്രീസ് ഡിഗ്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകും. എൻട്രി അങ്ങനെയാണ് പോകുന്നത്.